വർഷം കാലത്താണ് നടുവേദനയോടെ എനിക്ക് നടുവേദന പൂർണ്ണ സൗഖ്യം കിട്ടി. 1.5 വർഷം മുമ്പ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി. വളരെ സൈഡിൽ സതവും ഒഴിവാക്കി കിടന്ന എനിക്ക് ദൈവം നടുവേദന നിർമ്മിക്കുന്നതിന് നന്ദി പറയുന്നു. ഒരു വർഷമായിട്ട് കാലിന് പൂജയ്ക്ക് വരുന്നതായിരുന്നു. ഒട്ടും വരുന്നില്ല. നല്ലപോലെ സൗഖ്യം കൊണ്ട് അനുഗ്രഹിച്ചു. എൻ്റെ പേര് സൗമ്യ മാത്യു. ചങ്ങനാശ്ശേരിയിലാണ്. എനിക്ക് വെരിക്കോസ് ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. എന്നാലും എനിക്ക് കാലിൻ്റെ വിഷമമായിരുന്നു. പെരുവും ഇടയ്ക്ക് വളരെ ചുറ്റിയാണ് നടന്നുകൊണ്ടിരുന്നത്. കുടുംബം വ്യവസായത്തിൽ യാതൊരു കുഴപ്പമില്ല. ശരീരമായിട്ടും മാനസികമായിട്ടും വളരെ സന്തോഷത്തിലാണ്. എൻ്റെ പേര് സിൻസി. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എനിക്ക് ഇന്നലെ അടിവയറ്റിലും കാലിനും ഭയങ്കര വേദനയായിരുന്നു. വചനം ഇരുന്ന് കേൾക്കാൻ പറ്റാത്ത വിധം വേദന വന്നപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ അടുത്തേന്ന് പറഞ്ഞു. സിസ്റ്റർ എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, മോളുവപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ മുതൽ ആ വേദന എങ്ങോട്ട് പോയെന്ന് പോലും അറിയുന്നില്ല. ഇപ്പം എനിക്ക് ഒട്ടും വേദനയില്ല. നന്നായിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. വളരെ നന്നായിട്ട് കൊണ്ടുപോകുന്ന സ്ഥലമാണെന്നുള്ള താമസിക്കുന്നുണ്ടായി. ആത്മാർത്ഥമായി ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല രീതിയിൽ കൊണ്ടുപോകാനും നല്ല അനുഭവങ്ങളൊക്കെയുള്ള ആൾക്കാർ കിട്ടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. എനിക്ക് വളരെ ചെറിയൊരു അനുഭവമാണ് എനിക്ക് പറയുന്നത്. എനിക്ക് ചൂട് കൂടുതൽ വരുമ്പവും എനിക്ക് പ്രശ്നത്തിലൊക്കെ ചെറിയ കുരുക്കളൊക്കെ വരും. നീറ്റിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നത്. എറണാകുളം ഭാഗത്ത് പോയിക്കുമ്പോൾ വളരെയധികം വിഷമിക്കാറുള്ളത്. ഇവിടെ അതിലും കൂടുതൽ ചൂടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആദ്യത്തെ ദിവസം മുതൽ നീറ്റിൽ തുടങ്ങി. അച്ഛൻ പറഞ്ഞു അലർജിയുള്ളവർക്കൊക്കെ സൗകര്യം കഴിച്ചു എന്ന് പറഞ്ഞ ആ വർഷം മുതലേ എനിക്ക് അങ്ങനെയുള്ള ഇത് മാറിപ്പോയി. ഇതുവരെ എനിക്ക് ആ നീറ്റിലോ കുറച്ചിലോ ഒരു അസ്വസ്ഥതകളോ എനിക്ക് ഉണ്ടായിട്ടില്ല. രോഗമായിരുന്നു ഇത്. കുറെ വർഷം മരുന്ന് വല്ലതും കഴിച്ചിട്ടുണ്ടായിരുന്നോ? മരുന്ന് കഴിക്കുന്നു. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റി. ഗ്യാസ് പ്രോബ്ലം. എൻ്റെ പേര് അലക്സ് എന്നാണ്. ഞാൻ ചെങ്ങന്നൂരിൽ ഇപ്പോൾ താമസം തിരുവല്ലയിലാണ്. ഇവിടെ വന്നിട്ടാണ് എനിക്ക് നല്ലതായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റിയതും ഈ കഴിച്ചതെല്ലാം. നേരത്തെ എന്ത് കഴിച്ചാലും എനിക്ക് വയറ്റിൽ വലിയ അസ്വസ്ഥത, ശരീരത്തോട് പിടിക്കത്തില്ല. എത്ര മരുന്ന് കഴിച്ചാലും ഈ ഗ്യാസ് പ്രോബ്ലം ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ 2 ദിവസം കൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റം. ഈ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഈ കുറ്റബോധം എനിക്ക് ഏതൊരു കാരണം കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ എന്ത് ചെയ്താലും വിജയിക്കത്തില്ല. പക്ഷെ ആ ഒരു സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ പറഞ്ഞു പരിശുദ്ധാത്മാവ് അത് നമുക്ക് തിരിച്ച് കാണിച്ചു തരും എന്തുവാ പ്രശ്നം എന്നുള്ളത്. എന്നുവെച്ചാൽ നമ്മൾ മാനസികമായിട്ടുള്ള ജീവിതത്തെ രീതിയിൽ കൂടെ ഒരുപാട് പാപങ്ങൾ ചെയ്യും, ഒരുപാട് തെറ്റുകൾ ചെയ്യും. പക്ഷേ ആ സമയമൊക്കെ നമ്മുടെ ബുദ്ധിയിൽ വരുത്തില്ല ഏതൊരു കാരണം കൊണ്ടാണ് ഇത്രയും തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളുമൊക്കെ. പക്ഷേ ഇന്നലെ വൈകിട്ടത്തെ ആരാധന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇത്ര ഈശോയെ ഇത്രയും ഒച്ചയ്ക്ക് വിളിക്കുന്നത്. അതുകൊണ്ടുള്ള അനുഗ്രഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയൊക്കെ എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റി. ഇതുകൊണ്ട് എനിക്കൊരു പെട്ടെന്ന് ഒരുപാട് വിടുതലും തിരിച്ചറിവും വന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ലപോലെ കരമടിച്ച് ചെയ്യുമെന്ന് പറയാം. കരങ്ങളടിച്ച് ഇരുവശങ്ങളിലേക്ക് കാലയൊക്കെ ചേർത്ത് കരങ്ങൾ ഉയർത്തിയടിച്ച് സാധ്യമേ 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 10 വർഷമായി തകർച്ചയിൽ കിടന്നാണ്. ബൗദ്ധ്യം വന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് ഇനി അതനുസരിച്ച് പ്രവർത്തിക്കാൻ പോവുകയാണ്. എൻ്റെ പേര് ആരോൺ. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. എനിക്ക് 2 കൊല്ലമായിട്ട് നടുവിന് വേദന ഉണ്ടായിരുന്നു.
ഇപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ നടുവിന് വേദന പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. അല്ലെങ്കിൽ എനിക്ക് ഇരിക്കുവാനോ മുട്ടുകുത്തി നിൽക്കുവാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അവിടെ വെച്ചൊരു പേഷ്യൻറ്റിനെ ബെഡിന് മുകളിലേക്ക് എടുത്തപ്പോൾ പറ്റിയതാണ്. ഡോക്ടർമാർ സീറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു എൻ്റെ ഡിസ്കിന് ടിയർ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും അനുഭവപ്പെടുന്നില്ല. താങ്ക് യു ജീസസ്. ഇനി എത്ര രോഗികൾ എടുത്തു വെക്കാനും നല്ല ബലം കിട്ടി. കരമടിച്ച് നന്ദി പറയുന്നു. എൻ്റെ പേര് അനിത. ഞാൻ ഈ ഇടവക്കാരനാണ്. ഈ മഠത്തിൽ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഞാനൊരു ധ്യാനത്തിന് ഞാൻ പാടുന്നുണ്ട്. തപസ്യാനത്തിന് ഞാൻ പാടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസം ഒരു ദിവസം പാടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ശബ്ദം മേലോട്ട് വരത്തില്ല, ഒന്നും മനസ്സിലാകാത്ത തിരിയാത്തൊരു ഇതുപോലെ. കഴിഞ്ഞ ആഴ്ചത്തെ തപസ്യാനത്തിന് സിസ്റ്റർ പറഞ്ഞപ്പോൾ നമ്മുടെ സിസ്റ്റർ വിളിച്ച് പറഞ്ഞു തൊണ്ടയിലെ അസ്വസ്ഥത മാറുന്നു എന്ന് പറഞ്ഞു. എനിക്ക് അപ്പോൾ തന്നെ കർത്താവ് എനിക്ക് പരിപൂർണമായിട്ട് സൗഖ്യം തന്നു. തന്നെയല്ല, ഞാൻ ഈ ധ്യാനം വലിയ വേദനയോടെ, ഞാൻ ആദ്യമായിട്ടാണ് ആന്തരിക സൗഖ്യ ധ്യാനം കൂടുന്നത്. ഒരു വലിയ വേദനയോടെ ഞാൻ വന്നു. കാരണം എനിക്ക് പാപത്തിൻ്റെ അവസ്ഥയിൽ വന്നപ്പോൾ എൻ്റെ പരിശുദ്ധി തമ്പുരാനെന്ന പരിശുദ്ധി നഷ്ടപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇല്ലാതായിപ്പോയി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ എഴുതി കുമ്പസാരിക്കുന്നത്. എനിക്ക് ആ കുമ്പസാരത്തിൽ കൂടെ എനിക്ക് പരിപൂർണമായിട്ട് വിടുതല കിട്ടി. പരിശുദ്ധാത്മാവിൻ്റെ കൃപ, സന്തോഷം, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമുണ്ട്. തമ്പുരാൻ തന്ന വലിയ കൃപയ്ക്ക് 1000 നന്ദി. കരങ്ങളടിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊണ്ടയ്ക്ക് അസ്വസ്ഥതയുള്ളവർക്ക് ഈശോ സൗഖ്യം തരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നവരിൽ തൊണ്ടയ്ക്ക് അസ്വസ്ഥതയുള്ളവരുണ്ട്. കരം ഉയർത്തിക്ക്. നിങ്ങൾ പ്രാർത്ഥിച്ചോ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഇപ്പം തന്നെ ഈശോ സൗഖ്യമാണ്. അത് മെസ്സേജ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു. എൻ്റെ പേര് കുഞ്ഞമ്മ ജോബ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. എനിക്ക് ഒന്നും തന്നെ പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ മകനും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് പ്രഷറും ഷുഗറും കംപ്ലൈൻറ്റും ഉള്ള ആളാണ്. എനിക്കിവിടെ വന്നിരുന്നിട്ട് യാതൊരു അസ്വസ്ഥതകളില്ല, മരുന്നും കഴിക്കുന്നില്ല. എനിക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പം എനിക്ക് യാതൊരു പ്രശ്നവും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഇടുപ്പിൽ ആഴ്ചയുണ്ടായിരുന്നു. അങ്ങനെ ബെൽറ്റിട്ട് കുറച്ച് നാൾ 2-3 മാസം റെസ്റ്റ് എടുത്തിരുന്നു. എന്നാലും പിന്നീടും വേദന ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ദിവസം സിസ്റ്റർ പറഞ്ഞു നടുവിൻ്റെ വേദന മാറുന്നുണ്ടെന്ന്. എനിക്ക് കട്ടിയുള്ള ഇതൊന്നും കിടക്കാനും പറ്റത്തില്ലായിരുന്നു. പോയി കിടന്നിട്ടൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ തിരിഞ്ഞു മാത്രമേ കിടന്നു നോക്കി, വേദനയൊന്നുമില്ല. ഈശോയെ നന്ദി. എത്ര വർഷമായിട്ടുള്ള വേദനയാണത്? ഇപ്പം 1 year ആവുന്നു. 1 വർഷമായിട്ടുള്ള വേദനയാണ്. നമുക്ക് പൂർണ്ണമായിട്ട് ഈശോ ഏറ്റെടുത്ത് സൗഖ്യപ്പെടുത്തി 2 ഹല്ലേലൂയ ഉറക്കെ പറയാം. ശബ്ദമുയർത്തി. എൻ്റെ പേര് ഏലിയാമ്മ. ഞാനിവിടെ കുശമൂട് പമ്പ് ഹൗസിലാണ് താമസിക്കുന്നത്. ചെത്തിപ്പുഴ ഇടവക ആണ്. എനിക്ക് വർഷങ്ങളായിട്ട് 1 മണിക്കൂർ സമയത്തോളം ഒരേ ഇരിപ്പിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നടുവിന് വേദന ഉണ്ടാകുമായിരുന്നു. അത് കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. എനിക്ക് ഈ പ്രാവശ്യം ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കുറേ വർഷമായിട്ടുള്ള രോഗം കൂടിയാണത്. 2005 ശേഷം. 2005 ശേഷം. അപ്പോൾ തന്നെ കുറേ വർഷമായി. ഒരു പ്രശ്നവുമില്ല. നല്ല കരമടിച്ച് ചെയ്യുന്നത് പറയാം. എൻ്റെ പേര് സജന. ഞാൻ ആലപ്പുഴയിലെ പുളുങ്കുന്നിൽ നിന്ന് വരുന്നു. എനിക്കൊരു വർഷമായിട്ട് ഇറച്ചി, മീന്, പിന്നെ ചാമ്പങ്ങ, ഈ കൈതച്ചക്കയൊന്നും കൂട്ടാൻ പറ്റത്തില്ലായിരുന്നു. കൈ മുഴുവൻ ചൊറിഞ്ഞ് പൊട്ടുമായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ തലേദിവസം വരെ എൻ്റെ കയ്യിൽ നിറച്ച് പാടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ കൗൺസിലിങ്ങിന് സിസ്റ്ററിനോട് പറഞ്ഞിരുന്നു എൻ്റെ കയ്യിൽ മുഴുവൻ ഇങ്ങനെ പൊട്ടുന്നെന്ന്. അപ്പോൾ സിസ്റ്റർ എനിക്ക് എണ്ണ തന്നു തേക്കാനും കുടിക്കാനുമായിട്ട്. ഞാൻ കുടിച്ച് തേച്ച് ഇവിടെ വന്ന് വൈകിട്ടത്തെ ആരാധന കഴിഞ്ഞ് മുറിയിലോട്ട് പോയപ്പോൾ കുളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒറ്റ പാടില്ല. എനിക്ക് ശരിക്കും ഒരു ഇതായിപ്പോയി. എന്നെ സൗഖ്യപ്പെടുത്തിയ എൻ്റെ നാഥന് ഞാൻ നന്ദി പറയുന്നു.
നല്ലപോലെ കരമടിച്ച് ഈശോയ്ക്ക് പറയാം. എൻ്റെ പേര് ബിജിത. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. എനിക്ക് വർഷങ്ങളായിട്ട് വയറിന് അൾസറിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റീസിൻ്റെ പ്രോബ്ലം, പിന്നെ ഹോർമോൺസിൻ്റെ ചില പ്രോബ്ലം കാരണം ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. എന്നിട്ട് എനിക്ക് വയറിനകത്തൊന്നും എപ്പോഴും മരുന്ന് കഴിച്ചാൽ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്ത് കഴിച്ചാലും ഭക്ഷണം എല്ലാം ഛർദ്ദിക്കും. ഡോക്ടേഴ്സ് പറഞ്ഞു കുടൽ ചുരുങ്ങുന്നുണ്ട് എന്ന് തോന്നുന്നെന്ന് പറഞ്ഞ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സൺഡേ ഇവിടെ ധ്യാനത്തിന് വന്നപ്പം എനിക്ക് ഭയങ്കര വയറുവേദന, രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ധ്യാനം കൂടാൻ പറ്റുമോ ദൈവമേ, എനിക്ക് ഇതിനൊരു സൗകര്യം തന്നു കഴിഞ്ഞാൽ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിക്കോളാം അന്നേരം തന്നെ പറഞ്ഞു. വൈകിട്ട് ഞാൻ അവിടുത്തെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലെന്ന്, വയറിനകത്ത് വേദന. രാവിലെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വയറിനകത്ത് എല്ലാ അസുഖവും മാറി. എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തി എനിക്ക് ധ്യാനം കൂടാനുള്ള അവസരം ഒരുക്കി തരുന്നതിന് നന്ദി പറയുന്നു. ഒരു പ്രശ്നമില്ല, പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തിയിട്ട് അനുഗ്രഹിച്ചു. വലത് കരം ഉയർത്തി ഒരു ഹല്ലേലൂയ ഉറക്കെ പറയുന്നു. ഒരിക്കൽ കൂടി ശക്തിയോടെ. ദൈവത്തിനൊന്നും അസാധ്യമല്ല, എല്ലാം സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുക. ഈശോയുടെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും പ്രവർത്തിക്കുന്നത്. ഇന്നും ഈശോ ജീവിക്കുന്നു. ഇന്നും ഈശോ നമ്മുടെ മധ്യേ ജീവിക്കുന്നവനായിട്ടുണ്ട്. അത് നമ്മൾ വിശ്വസിച്ച് ഏറ്റുപറയാം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയ്ക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എൻ്റെ ശരീരം മുഴുവൻ ഭയങ്കര ഡ്രൈനെസ് ആയിരുന്നു. ഡ്രൈനെസ് വന്നിട്ട് എനിക്ക് അലർജിക് റിയാക്ഷൻസും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ ശരീരത്തിന് അമിതമായ ചൂടാണ്. ഈ ചൂടെന്ന് പറഞ്ഞാൽ AC റൂമിൽ കയറിയിരുന്നാൽ ഞാൻ പറയും ചൂടാണെന്ന്. അങ്ങനത്തെ ചൂടായിരുന്നു. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് വന്ന് എനിക്ക് ചൂടാണെങ്കിൽ ഞാൻ തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നത് പോലും. പക്ഷേ വന്ന് അന്ന് മുതൽ കൂട്ടത്തിലുള്ളവർ കിടന്ന് ചൂടാണെന്ന് പറയുമ്പോൾ ഞാൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി വന്നത്. എൻ്റെ ശരീരം വേർക്കുകയായിരുന്നു. എൻ്റെ അറിവിലൊരു 5 വർഷത്തിൽ കൂടുതലായി എൻ്റെ ശരീരം വേർത്തിട്ട്. ഇന്നലെ ഞാൻ മാതാവിൻ്റെ അടുക്ക് ആരോ ഒരു പ്രേരണ പോലെ എനിക്ക് തോന്നിയിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് കൊന്ത എല്ലിയ സമയത്ത് സ്റ്റീം ബാത്ത് എടുക്കുന്ന പോലെ ഞാൻ കുളിച്ചതുപോലെ എൻ്റെ മുഴുവൻ ശരീരവും വേർത്തു. എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തിൽ കൂടുതലായി ഞാൻ അങ്ങനെ ഒന്ന് വേർത്തിട്ട്. താങ്ക്സ് ടു ഗോഡ്. നല്ലപോലെ കരമടിച്ച് കരങ്ങൾ ഉയർത്തിയടിച്ച്. ഞാൻ വരുന്നത് വളരെ നാളുകളായിട്ട് 5-8 വർഷമായിട്ടാണ്. എനിക്ക് പുറത്തിന് ഭയങ്കര വേദനയാണ്. അപ്പം ഞാൻ അതുകൊണ്ടിങ്ങനെ അറിയാതെ തന്നെ കൂനി പോവുക. അപ്പോൾ എല്ലാവരും എന്നോട് പറയും, സിസ്റ്റർ എന്തിനാണ് ഇത്ര ചെറുപ്പത്തിലെ കൂനി നടക്കുന്നത്, സിസ്റ്ററിന് അങ്ങനെ കൂനാൻ പ്രായമായില്ലെന്ന്. ഞാൻ പറയും എൻ്റെ പുറത്തിന് വേദന കൊണ്ടാണ് ഞാൻ കൂനുന്നത്. ഇവിടെ വന്ന് ധ്യാനം കൂടി ആദ്യത്തെ ദിവസത്തെ അഭിഷേക പ്രാർത്ഥന സിസ്റ്ററായിരുന്നു എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചത്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ പ്രശ്നമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് പുറത്തിന് നല്ല വേദനയുണ്ട്, അതുപോലെ കാലിലെ അലർജി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പുരട്ടാൻ എണ്ണയും ഇതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ആ പുറത്തിന് വേദന എനിക്ക് നല്ലതുപോലെ കുറവുണ്ട്. കാലിൻ്റെ അലർജി കറുത്തിരുന്നത് ആ നിറം മാറി വരുന്നു. അതുപോലെ ഞാൻ ചൂടുവെള്ളത്തിലാണ് കുളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞാനിങ്ങനെ ആലോചിച്ചു ചൂടുവെള്ളം കിട്ടാൻ വഴിയൊന്നും കാണത്തില്ല, പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കാം. പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് ഒരു കുഴപ്പമില്ല. അപ്പം ദൈവം എന്നെ എല്ലാ തരത്തിലും അനുഗ്രഹിച്ചു. ദൈവത്തിന് നല്ല കരമടിച്ച് നന്ദി പറയാം.